വാസ്തവത്തിൽ ആർക്കാണ് സന്തോഷിക്കുവാൻ സാധിക്കുക എന്നാൽ സ്വന്തം സന്തോഷത്തിന്റെ നിയന്ത്രണം ഒരു വ്യക്തിയിലും ഒരു വസ്തുവിലും നിക്ഷേപിച്ചിട്ടില്ലാത്തവർക്ക് മാത്രമാണ് എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുക. സ്വന്തം മനസ്സിനെ തന്നിൽ തന്നെ നിലനിർത്തുക, ആരുമായും താരതമ്യം ചെയ്യാതിരിക്കുക, ആരെയും പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക, ആരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക, സ്വന്തം പ്രയത്നം കൊണ്ട് നേടുകയും സ്വന്തം മനസ്സുകൊണ്ട് സ്വയം തന്നെ സന്തോഷിക്കുകയും ചെയ്യുക. ഇതെല്ലാം സാധ്യമാണോ എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഇതെല്ലാം സാധ്യമാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ മറ്റെല്ലാ വഴികളെക്കാളും സാധ്യമായൊരു വഴി ഇതുമാത്രമാണ് എന്നുള്ളതാണ്. അഥവാ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സാധ്യത കാണുന്നില്ലെങ്കിൽ ലോകത്തിൽ മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള സാധ്യത നിങ്ങൾ തേടേണ്ട ആവശ്യമേയില്ല. കാരണം സാധ്യതകൾ അന്വേഷിക്കുന്നവർക്ക് സാധ്യത സ്വന്തം ഉള്ളിൽ തന്നെ കാണപ്പെടും. എന്നാൽ സാധ്യത പ്രതീക്ഷിക്കാത്തവർക്ക് അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയും കാണപ്പെടുകയില്ല. അതിനാൽ സന്തോഷിക്കുവാൻ അവനവനെ തന്നെ ആശ്രയിക്കൂ, മറ്റാരെയും ആശ്രയിക്കാതിരിക്കൂ. ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ മറ്റൊരാളെയും ആശ്രയിച്ചുകൊണ്ട് സന്തോഷിക്കാതിരിക്കുവാൻ തീരുമാനിച്ചാൽ അത്രയധികം നിങ്ങൾ മറ്റുള്ളവർ കാരണമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടുകയാണ്. ചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണിത്.